ഇതെന്റെ അവസാന സന്ദേശവും ബിൽപത്രവുമാണ്. ഗസയിലെ ജനങ്ങൾക്ക് സമാധാനവും കരുണയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. നിയന്ത്രണങ്ങൾ കൊണ്ട് ഗസയെ തകർക്കരുത്. എൻ്റെ അവസാന ശ്വാസവും ഞാൻ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. എൻ്റെ അവസാന വാർത്തയും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തയാണ്. ഇസ്രായേൽ കൊന്നുതള്ളിയ 2 ദിവസം മുമ്പ് ഇസ്രായേൽ കൊന്നുതള്ളിയ അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെറീഫിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പാണിത്. ഈ കുറിപ്പ് ഇപ്പോൾ വൈറലാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ തന്നെയാണ് ഈ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അൽ-ഷിഫ ആശുപത്രിക്ക് സമീപമുള്ള മീഡിയ ട്രെൻഡിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അൽ ജസീറയുടെ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അനസ് അൽ ഷെറീഫ് അടക്കം 5 മാധ്യമ പ്രവർത്തകർ. ഇതിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ അഗ്നി ഇപ്പോൾ ലോകമാകെ വ്യാപിച്ചിരിക്കുന്നു. വല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. യുദ്ധഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ സുരക്ഷിതരാക്കേണ്ടത് യുദ്ധം ചെയ്യുന്ന രാജ്യത്തിൻ്റെ കടമയാണ്. ഇത് ഗസയിലെ അവസ്ഥ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി നെതന്യാഹു കാണിച്ച കുതന്ത്രം. അൽ ജസീറയിലെ വാർത്തകളാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും. ഇത് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അനസ് അൽ ഷെറീഫ് അടക്കം 5 മാധ്യമ പ്രവർത്തകരെ മിസൈൽ അയച്ച് കൊന്ന് തള്ളിയത്. വളരെ ക്രൂരമായ കൊലപാതകം. മാധ്യമപ്രവർത്തകരെ കൊന്നത് മനുഷ്യ അവകാശത്തെ ലംഘിക്കുന്ന രീതിയിലാണ്. 1.5 വർഷമായി അനസ് അൽ ഷെറീഫ് ഗസയിലുണ്ട്. അദ്ദേഹം ഗസയിൽ തങ്ങി അവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്നു. ഗസ ശ്മശാന ഭൂമിയായി മാറുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും രോഗികളെയും വൃദ്ധരെയും ഒക്കെ കൊന്നു തള്ളുന്നു ഇസ്രായേൽ. ഈ വാർത്തകളാണ് അനസ് പുറം ലോകത്തെ അറിയിച്ചത്. ഇതോടെ അനസ് നെതന്യാഹുവിൻ്റെ നോട്ടപ്പുള്ളിയായി മാറി. നെതന്യാഹു അനസിനെ അടക്കം വധിക്കാൻ സൈന്യത്തിന് IDF-ന് ഉത്തരവ് നൽകി. പിന്നീട് ആ ഉത്തരവ് പാലിക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. എന്തായാലും അനസ് അൽ ഷെറീഫ് എന്ന ധീരനായ പത്രപ്രവർത്തകൻ്റെ വാക്കുകൾ ലോകത്തെ സമാധാന പ്രേമികളുടെ ഇടനെഞ്ചിൽ കനലുകളായി പതിക്കുന്നു. അനസ് ധീരനാണ്. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയം. എനിക്കിനി എൻ്റെ മകളെ കാണാനോ ഭാര്യയെ കാണാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ കൊല്ലപ്പെട്ടേക്കാം ഏത് നിമിഷവും. ഈ സന്ദേശം പുറത്തു വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക: ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഇതാണ് അനസിൻ്റെ പോസ്റ്റ്. അനസിൻ്റെ പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയും ഇസ്രായേലിൻ്റെ ക്രൂരത വെളിവാക്കുകയും ചെയ്യുന്നു. ഗസയിൽ എന്ത് നടക്കുന്നു എന്നത് പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട് നെതന്യാഹു. ഗസയെ പിടിച്ചെടുക്കുക, ഗസയിൽ അധിനിവേശം സ്ഥാപിക്കുക, ഇതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഹമാസിൻ്റെ ധീരമായ ചെറുത്തുനിൽപ്പും ലോകത്തെ അറിയിച്ചത് അനസിൻ്റെ നേതൃത്വത്തിലുള്ള അൽ ജസീറ ടീമാണ്. 5 മാധ്യമപ്രവർത്തകരെ കൊന്നതിൽ, അനസടക്കം 5 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ കൊന്നതിൽ അൽ ജസീറ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ നിന്ന് യഥാർത്ഥ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമപ്രവർത്തകരെ നെതന്യാഹു അനുവദിക്കുന്നില്ല എന്ന ആരോപണവും അവർ ഉന്നയിച്ചു. 1.5 വർഷം ഗസയിലുണ്ടായിരുന്നു അനസ്. ഇസ്രായേൽ പറയുന്നത് അനസ് മാധ്യമപ്രവർത്തകനല്ല, ഹമാസ് പോരാളി എന്നാണ്. അനസ് മാധ്യമപ്രവർത്തകൻ തന്നെയാണെന്ന്
വ്യക്തം. അൽ ജസീറ അത് വ്യക്തമാക്കുകയും ചെയ്തു. അനസടക്കം 5 മാധ്യമപ്രവർത്തകരെ കൊന്നതിനെ പറ്റി ഇങ്ങനെയൊരു വ്യാജ പ്രചരണം നടത്താൻ നെതന്യാഹുവിന് മാത്രമേ കഴിയൂ. അപ്പോൾ മറ്റുള്ള 4 മാധ്യമപ്രവർത്തകർ ഹമാസ് പോരാളികളായിരുന്നു. ഈ ചോദ്യം ബാക്കിയാകുന്നു. അനസിൻ്റെ അവസാന നാളുകൾ ഇങ്ങനെയായിരുന്നു. വളരെ മരണം അയാൾ അടുത്ത് കണ്ടിരുന്നു. മരണം അടുത്ത് കണ്ടപ്പോൾ അയാൾ തൻ്റെ ആഗ്രഹവും തൻ്റെ അന്ത്യനിമിഷവും കുറിച്ചു വച്ചു നേരത്തെ തന്നെ.